നീരജ് മാധവിൻ്റെ കൺസേർട്ട് നടക്കുന്നുണ്ട് ദുബായിൽ. എമിറേറ്റ്സ് ലവ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണത് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇറങ്ങി 6 മണി വരെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് നമുക്ക് കയറാൻ പറ്റുന്ന ടൈം. ഇത് ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ. നേഹ കക്കറുണ്ട്, നീരജ് മാധവ് ഉണ്ട്, പിന്നെ മീഖ സിംഗ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും സംഭവം. നമ്മൾ ഭയങ്കര ക്യൂ അല്ല, ഇവിടെ ഈ ഗേറ്റ് അടച്ചായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുവാണ്. കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര തിരക്കാണ്. കയറാൻ പറ്റിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവസ്ഥ ആൾക്കാരാണ്. നമുക്ക് കയറാൻ പറ്റില്ല. ഇതുവരെയായിട്ടും പോലീസ് വന്ന് പല പരിപാടി നോക്കുന്നവരെ നമ്മളെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ലേഡീസിനെ സെപ്പറേറ്റ് ചെയ്ത് ലേഡീസിനെ മാത്രം കയറിപ്പോന്ന് പറയുന്നുണ്ട്. കയറുന്നൊന്നും അറിയത്തില്ല. ഇവരുടെ രീതികൾ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാണ്. നമ്മൾ ഭയങ്കര പേടിയാണ്. അവസാനം മറ്റേ വിജയുടെ പരിപാടിയിൽ സിഡിക്കൊണ്ട് ചത്ത പോലെ ഇതുകൊണ്ട് ചാവാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറത്തുള്ളൂ. നമ്മൾ ഇടിക്കാതെ എന്തായാലും പോകുന്നില്ല. കണ്ടില്ലെങ്കിൽ അടുത്ത വർഷം പരിപാടി വരുമല്ലോ, നമുക്ക് നോക്കാം. അല്ല എപ്പോഴേലും പരിപാടി വരുമല്ലോ. ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഫ്രീ എൻട്രി ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല എത്ര ആളോ, അതോ ഇനി എല്ലാ കൺസേർട്ടും ഇങ്ങനെ തന്നെ ആണോ ഒന്നും അറിയില്ല. ഫൈനലി നമ്മൾ കയറി. എന്തോരാളാണെന്നൊക്കെ The presence is a living example of how diversity can drive progress and unity. The Indian community is not just part of our story. നമുക്ക് ഒരുത്തനെ കിട്ടി, വിപിനെ കിട്ടി. മറ്റേ അളിയനും പെങ്ങളൊക്കെ വെളിയിലാണ്, അവരിത് കയറിയിട്ടില്ല. ശരിക്കും അത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വെറുതെ നിൽക്കാനായിട്ട്. കുറേ അപ്പുറത്തോട്ട് ബാക്കിലോട്ടൊക്കെ പാർക്കാണ്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. You ready? Ever performed. This is surreal. Thank you Emirates Loves India for hosting me, for having me. Thank you. I'm not identifying myself just as a Malayali, but I identify myself as an Indian because I'm എന്താ പറയാ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. And I also was lucky to perform in multiple languages. I've also done Hindi, I've also done Tamil, so not as a rapper, as an actor, so I do a lot of things, guys. Sorry. Okay, let's talking more fun. Now this song is one of the biggest songs of 2024. I collaborated with a couple of my friends in Malabar.
ਪੰਜਾਬੀ ਕਿੱਦਾਂ She's the voice that makes us groove. The queen of chart-topping hits. तेरे लिए छुड़ा है मुझसे चुराना जरा तेरा इरादा बता। छाया है मुझ पर तेरा ही नशा, कम वक्त दिल ये कहा मैं तेरी दीवानी तू मेरा दीवाना, समझ ले नजर का इशारा। गली गली में फिरता है तू क्यों बन के बंजारा, मेरे दिल में बन गया तेरे आशिक़ What's up to അങ്ങനെ നമ്മൾ കൺസേർട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോലെ കക്കറിൻ്റെ പാട്ടുകളോടെ തകർത്തേട് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു സോങ് കേൾക്കാനുള്ള മൂഡില്ലാത്തതുകൊണ്ട് നമ്മൾ പതിയെ മൂവ് ചെയ്യുന്നു. നമുക്ക് നാളെ പണിക്ക് പോകണമല്ലോ. ഇവിടെ എല്ലാം ഒരു ദീപാവലി മൂഡാണ്. കുറേ ഫോട്ടോ സെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഫോട്ടോ സ്പോട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെറ്റപ്പുകളാണ്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കും. ഇത് ഫോട്ടോ എടുക്കാനുള്ളതാണ്. ചാട്ടുവാല. അയ്യോ, ചാട്ടുവാലായിരുന്നു. കഴിഞ്ഞു. കുഞ്ഞ് സൈക്കിളിൽ ഇതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിന്റെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റിക്ഷാവാല. ഓ, നല്ല രസമുണ്ടല്ലേ. ഓക്കെ. ഓ, സൈക്കിൾ അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോലെ അങ്ങനെ ഇവിടുത്തെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് ഇത്ര നമ്മൾ എക്സിറ്റിലേക്ക് പോവാണ്. ഇവിടെ ദവി നമ്മൾ എക്സിറ്റ് കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ താജ്മഹൽ കണ്ടു. നമ്മൾ താജ്മഹലിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. എമിറേറ്റ്സ് ലവ്സ് ഇന്ത്യ, എമിറേറ്റ്സ് ലവ്സ് ഇന്ത്യ. അത് എമിറേറ്റ്സ് ലവ്സ് ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം, ഇങ്ങനെ ലോഗോവും സംഭവങ്ങളൊക്കെ. ഇതായിരുന്നു പരിപാടി. ഇവിടെ നേരത്തെ നമ്മുടെ കൺട്രോൾ ചെയ്ത പോലീസുകാരെയൊക്കെ കാണാം. എല്ലാവരും വളരെ സമാധാനപരമായി ഇവിടെ തന്നിട്ടുണ്ട്.
നമ്മളും വളരെ സമാധാനപരമായി വീട്ടിലേക്ക് പോകും.